തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B യുദ്ധവിമാനം അങ്ങനെ തിരികെ കൊണ്ടുപോകാനായുള്ള സംഘം ഇന്ന് ഉച്ചയോടെ വിമാനത്താവളത്തിൽ എത്തിയേക്കുമെന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള 40 അംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നതോടെ വിമാനത്തെ തിരികെ കൊണ്ടുപോകാനുള്ള പണികൾ ആരംഭിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, നമ്മൾ പല ട്രോളുകളും ഇതിനോടകം തന്നെ കണ്ടു, ഈ വിമാനം വേണ്ടേ, കൊണ്ടുപോകുന്നില്ലേ എന്ന തരത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒടുവിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം കൊണ്ടുപോകാനുള്ള അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ആളുകൾ എത്തുക, എവിടെയാണ്, എപ്പോഴാണ് എത്തുക? അങ്ങനെ തന്നെയാണ്, ഇന്ന് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇതിന് എന്ത് സാങ്കേതിക തകരാറാണുള്ളത് പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തി തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകും. അതല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിറകുകൾ ഊരി മാറ്റി കാർഗോ വിമാനത്തിൽ ഇത് തിരികെ മടക്കി കൊണ്ടുപോവുകയോ ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ കുറേയധികം കാര്യങ്ങൾ. ഒന്ന്, അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണോ എന്നുള്ള ആശങ്കയൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വഴിമാറി പിന്നീട് പലതരത്തിലുള്ള ട്രോളുകളിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ കേരള ടൂറിസം തന്നെ ഏറ്റെടുത്തുകൊണ്ട് കേരള ടൂറിസം അതിനെ ഈ യുദ്ധവിമാനം അഭിപ്രായം പറയുന്നത് പോലെ, ഈ ടൂറിസത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് പോലെയുള്ള ട്രോളുകൾ, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ട്രോളുകൾ പുറത്തു വന്നു. സമാനമായ കാര്യങ്ങൾ പുറത്തു വന്നു. എന്തായാലും തിരികെ കൊണ്ടുപോകണം എന്നുള്ളത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ സംഘം എത്തുമ്പോഴും ഈ കഴിഞ്ഞ 20 ദിവസവും ഇതുമായി ബന്ധപ്പെട്ട രസകരമായ ട്രോളുകളും കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൊണ്ടുപോകുന്നത് 3 രീതിയിലായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിറകുകൾ ഊരി മാറ്റി കാർഗോ വിമാനത്തിൽ കൊണ്ടുപോകും. അതല്ല എങ്കിൽ ശരി രാഹുൽ, എന്തായാലും ഈ യുദ്ധവിമാനം കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 രീതിയിലായിരിക്കും. ഒന്നുകിൽ എയർലിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിറകുകൾ ഊരി മാറ്റി കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും